LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala, and take the first step towards a brighter future. എടവനക്കാട് ഇക്ബാൽ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പി.കെ. ബാലകൃഷ്ണൻ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായിരുന്ന പി.കെ. ബാലകൃഷ്ണന്റെ ഓർമ്മ പുതുക്കുന്നതിനായി എടവനക്കാട് ഇക്ബാൽ സ്മാരക വായനശാല സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത ബിരുദത്തിനായി മഹാരാജാസ് കോളേജിൽ പ്രവേശിക്കാൻ പോകുന്നു. മഹാരാജാസ് കോളേജിൽ ചെല്ലുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞു. മരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക, ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വേണ്ടി രാജ്യം മുഴുവൻ വലിയ മുദ്രാവാക്യം ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നു. വിദ്യാർത്ഥികളും തൊഴിലാളികളും ഒക്കെ തെരുവിലിറങ്ങുക എന്നുള്ള വലിയ ആവേശം. ആ ആവേശത്തിൻ്റെ പുറത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാൻ പി.കെ. ബാലകൃഷ്ണൻ മഹാരാജാസ് കോളേജിൽ സമരച്ഛലനായി പുറത്തു വരുന്നു. വായനശാല പ്രസിഡന്റ് ബേസിൽ മുക്കത്ത് അധ്യക്ഷത വഹിച്ചു. 51 വർഷങ്ങൾ പിന്നിടുകയാണ്. ആ നോവലിൻ്റെ ഒരു പുനർവായനയും അടക്കം ഒരു 1.25 മണിക്കൂർ കൂടുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ വിശേഷ ആഘോഷ പരിപാടിയിൽ കേട്ടിറങ്ങി എറണാകുളത്തു നിന്ന് ഞങ്ങളുടെ വായനശാലയ്ക്ക് വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ തരാൻ വേണ്ടി എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥിയായ എൻ.ജെ. പൗലോസും ഇവിടെ അദ്ദേഹത്തിൻ്റെ പുസ്തക സമാഹാരവും വേണ്ടി ഇവിടെ കേട്ടിട്ടുണ്ട്. ഇത്രയുള്ളവരെ നമ്മുടെ കാര്യപരിപാടി ആരംഭിക്കുകയാണ്. ആദ്യം ഈശ്വര പ്രാർത്ഥന. ലൈബ്രറി കൗൺസിൽ അംഗം ടി.ആർ. വിനോയ് കുമാർ, പി.എൻ. തങ്കരാജ്, ദാസ് കോമത്ത്, നാസർ ബാബു മംഗലത്ത്, പി.സി. സാബു, സരസൻ എടവനക്കാട്, വി.എസ്. ഗിരീശൻ, പി.പി. സജീവ്, പ്രശോഭ് ഞാവേലി, ഓമന സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന ഒരൊറ്റ പഠനാർഹമായ കൃതി കൊണ്ട് കേരള ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു വ്യക്തിയായിരുന്നു പി.കെ. ബാലകൃഷ്ണൻ. കാരണം അക്കാലത്ത് നിലനിന്നിരുന്ന ചരിത്ര ധാരണകളെ പലതും മാറ്റിമറിച്ചുകൊണ്ടാണ് പി.കെ. ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പഠനാത്മകമായ ഒരു കൃതി കേരളത്തിലേക്ക് നമുക്ക് തരുന്നത്. കാരണം അക്കാലത്തെ അധികായന്മാരായ പല ചരിത്രകാരന്മാരുടെയും ധാരണകളെ പാടെ മാറ്റിമറിച്ചുകൊണ്ടാണ് ആ കൃതി കേരളത്തിലേറെ ചർച്ചാ വിഷയമായി. വായനോത്സവം പെയിന്റിംഗ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഷൈല രാജു, ഹാലിസ ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.